നമ്മൾ ഒരുപാട് അസ്വസ്ഥരാണ്. 30ലും 35ലും നിൽക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. വെറുതെ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കല്ല, മറിച്ച് ഇത് ഒരു കൂട്ടം സ്ത്രീകൾ ഒരുമിച്ച് ചേരുമ്പോൾ അവരുടെ സംസാരത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത് കണ്ടതുകൊണ്ടാണ് സംസാരിക്കുന്നത്. മുൻപ് സമയത്ത് നമ്മളുടെ റിലേറ്റീവ്സ് ഒക്കെ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചാലാണ് നമ്മൾ മനുഷ്യനാണല്ലോ, അപ്പോൾ ഒരു ചെറിയൊരു അസൂയയും കുശുമ്പോ ഒക്കെ തോന്നും. അതൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോഴോ മറ്റോ ആയിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ വെച്ച് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്കൊഴിച്ച് ഈ ഭൂമിയിൽ ബാക്കി എല്ലാവർക്കും ഭയങ്കര സുഖമാണ്, അവര് എന്തൊരു നല്ല ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പം വീട് നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് മാത്രം കാണിക്കുന്നവരുണ്ട്, സ്കിറ്റുകൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൂട്ടം ആളുകളെ കമ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. എനിക്ക് ഇത്രയും നല്ല വീടില്ലല്ലോ, എന്തൊരു നല്ല പാത്രങ്ങളിലാണ് അവർ കുക്ക് ചെയ്ത് വെക്കുന്നത്. ഒരാൾ പറയാണ്, ചില വീടുകളിലൊക്കെ ആളുകളെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ വേറെ വേറെ പാത്രത്തിലാണ് കഴിക്കുന്നത്, പക്ഷെ ഞങ്ങൾക്ക് എന്നും ഒരു പഴയ സ്റ്റീൽ പാത്രം തന്നെ എന്നുള്ളത്. അതുപോലെ ചില കുക്കിംഗ് വീഡിയോസ് ആളുകൾ നമ്മളൊക്കെ എൻജോയ് ചെയ്യാണ് കുക്കിംഗ് വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ ചെയ്യാനൊക്കെ നോക്കുകയാണ്. പക്ഷെ ചില ആളുകൾ നോക്കുന്നത് അവരെങ്ങനെയാണ് ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത് ചെയ്യുന്നത്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അടുക്കള മൊത്തത്തിൽ മെസ്സാവും, പക്ഷെ അവർ ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് വെള്ളം പോലും വീഴുന്നില്ല എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് കുറച്ച് ചായ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഏരിയ എത്ര മെസ്സാവുന്നുണ്ടെന്ന്. പിന്നെ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നവർ ചെയ്തതിന് ശേഷം അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്ക് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോഴാണ്, വാവ്, ഇത്ര നന്നായിട്ട് കിച്ചൺ സൂക്ഷിച്ചുകൊണ്ടാണോ അവര് ഈ 50 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് നമുക്ക് തോന്നുന്നത്. അവരൊരു അവരുടെ, അതായത് അവർ ചെയ്യുന്ന ജോലിയോടുള്ള ഡെഡിക്കേഷൻ കൊണ്ട് കാണിക്കുന്നത് ചില ആളുകൾക്കെങ്കിലും ഒരു പ്രഷർ ആവുകയാണ്. അയ്യോ, എനിക്കതില്ലല്ലോ. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്ന കാര്യമുണ്ട്, എൻ്റെ ഭർത്താവ് തീരെ റൊമാൻറ്റിക് അല്ല, അദ്ദേഹം എപ്പോഴും എനിക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റാണ് തരുന്നത്. ഞാൻ കാണുന്ന ചില വീഡിയോസിൽ ഡയമണ്ട് നെക്ലസ് കൊടുക്കുന്നുണ്ട്, വലിയ വലിയ വിലയുടെ സാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എൻ്റെ ലൈഫ് മാത്രം എന്താണ് ഇപ്പോഴും ഇങ്ങനെ, ആളുകൾ എന്തൊരു ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കുക്കിംഗ് വീഡിയോസ് പോലും ചെയ്യുന്നത്, എനിക്ക് എന്ന് ഈ കൂറ കുത്തിയ നൈറ്റി മാത്രം എന്നുള്ളത്. ഒരാളുടെ മുന്നിൽ നമ്മളെ പ്രസന്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയായ രീതിയിലായിരിക്കും എന്ന് പോലും ചിന്തിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു പാരലൽ വേൾഡിലാണ് കുറേ മനുഷ്യരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, ഇതിനൊക്കെ വല്ലാതെ ബാധിക്കും. മാത്രമല്ല നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുടെ ജീവിതവും കൂടി അവതാളത്തിലാക്കാനായിട്ട് ശ്രമിക്കും. ഇതിലൊക്കെ അപ്പുറത്തായിട്ട് നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാനായിട്ട് നോക്കും. കാരണം റൂം മേക്ക് ഓവർ, ചില ആളുകൾക്ക് ഇപ്പോൾ ഭയങ്കര ഹരമാണ് റൂം മേക്ക് ഓവർ ചെയ്യുക എന്നുള്ളത്. മുമ്പൊക്കെ നമ്മൾ കട്ടിലിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ച് ടേബിളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മേക്ക് ഓവർ, ഒരു റിഫ്രഷ്മെന്റ് ആയി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ പെയിന്റ് മാറ്റുന്നു, കർട്ടൻ മാറ്റുന്നു, അതിൻ്റെ ഉള്ളിലെ ഓർഗനൈസേഴ്സ് മാറ്റുന്നു. അപ്പൊ ഇങ്ങനെ ഇത് കണ്ടിട്ട് അതൊരു വീഡിയോ ആണെന്നും അത് അവർക്കത് സാധിക്കും, നമ്മളത് എൻജോയ് ചെയ്യാം. പിന്നെ നമ്മൾ നമ്മളുടെ ലൈഫും കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് നോക്കാം, ഉള്ളതിൽ സന്തോഷം കണ്ടെത്താം. അങ്ങനെയൊന്നും അല്ല വിചാരിക്കുന്നത് എനിക്കതില്ലല്ലോ അതില്ലല്ലോ എന്നാണ്. ഇത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെയും സാമ്പത്തിക സ്ഥിതിയെയും വളരെ മോശമായിട്ട് ബാധിക്കുമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതൊരു ഒരു റിയൽ ടൈമിൽ മാത്രം കാണുന്ന ഒരു ലൈഫാണ്. ഹസ്ബൻഡ് വരുന്നു, എന്താ പറയുക, സന്തോഷം പങ്കുവെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, എടുത്തു പോക്കുന്നു, കിസ് ചെയ്യുന്നു, കുറച്ച് സമയത്തിന്. അതിനപ്പുറമുള്ളതൊക്കെ റിയൽ ലൈഫാണ്. അവിടെയാണ് നമ്മൾ വളരെ സന്തോഷമായിട്ട് എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയിട്ടൊക്കെ ജീവിക്കേണ്ടത്. റീലിൽ കണ്ടതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമായിട്ട് എടുക്കാം. അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, നമ്മളെ കൊണ്ട് സാധിക്കുന്നത് മാത്രം എടുക്കുക. അതൊരു ടെൻഷനായിട്ട് തലയിൽ കൊണ്ട് നടക്കാതിരിക്കുക. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.